സർ, ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനേയിയെക്കുറിച്ച് ഇപ്പോൾ ഒന്നും കേൾക്കാനില്ലായിരുന്നു. പക്ഷേ 2 ജഡ്ജിമാർ കൊല്ലപ്പെട്ടതിന് ശേഷം ഖമനേയി വന്നു എന്ന് കേൾക്കുന്നു. അതായത് 2 സുപ്രീം കോടതി ജഡ്ജിമാർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. MEK എന്ന് പറഞ്ഞ വിമതസേന ആണ് കൊന്നതെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ സുപ്രീം കോടതി ജഡ്ജിമാരും മതപണ്ഡിതന്മാരാണല്ലോ. ശരീഅത്ത് ഭരണം നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ മതപണ്ഡിതന്മാർ സംസ്കാരം നടക്കുന്ന സ്ഥലത്ത് ഈ പരമോന്നത നേതാവ് വരേണ്ടത് ഒരു കടമയാണ്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരണമല്ലോ. അതെ. അപ്പോൾ ഖമനേയി ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം വന്നിട്ടാണ് ഈ സംസ്കാര ചടങ്ങുകളിലൊക്കെ പ്രാർത്ഥിച്ചത്. അപ്പോൾ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ആ ചിത്രങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ശകലം തടി കൂടിയതായിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് കട്ടി കൂടിയ പോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ കാരണം ആളുകൾക്ക് മനസ്സിലായില്ല എങ്കിലും അമേരിക്കയുടെ അറ്റോർണി, അതായത് ചെയർമാൻ, അമേരിക്കൻ ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസി, അതിൻ്റെ ചെയർമാൻ അറ്റോർണി മാർക്ക് ഡുബോവിറ്റ്സ് അവകാശപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ അദ്ദേഹത്തിന് ഇത്തിരി തടി കൂടിയിരിക്കുന്നത് ആയി തോന്നുന്നത് വസ്ത്രങ്ങളുടെ അടിയിൽ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അകത്ത് ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രം ധരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ബാക്കി വസ്ത്രങ്ങൾ. അതുകൊണ്ടായിരിക്കും ഈ തടി കൂടിയതായിട്ട് നമുക്ക് തോന്നുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾക്ക് അതൊക്കെ മനസ്സിലായിരുന്നു. വലിയ സുരക്ഷാ സന്നാഹം ഉണ്ടായിരുന്നു. പിന്നെ ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്ത ആളുകൾ ആയിരിക്കാം കൊന്നത് എന്നുമുണ്ട്. ഈ MEK എന്ന് പറഞ്ഞ സേന തന്നെ വരണം എന്നില്ല. പ്രക്ഷോഭത്തിൻ്റെ വക്കിലാണ് ഇറാൻ ജനത. കാരണം അവർക്ക് ഈ പലതും നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ വൈദ്യുതിയൊക്കെ റേഷൻ വഴിയല്ലേ കിട്ടുന്നത്. അതെ. അപ്പോൾ ആളുകൾക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാകാം എന്നുള്ള ചർച്ചകളും വരുന്നുണ്ട്. ഈ മുമ്പ് ഈ ഖമനേയി ടെഹ്റാനിലെ, ഷായുടെ ഭരണകാലത്ത് ടെഹ്റാനിലെ പഴയ ജയിലിൽ കുറച്ചു കാലമൊക്കെ ചെലവഴിച്ചിരുന്നതാണ്. അന്ന് സാവക് പോലീസ്, ഷായുടെ പോലീസിൻ്റെ പീഡനങ്ങളൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ ആ ജയില് എബ്രാറ്റ് എന്ന് പറഞ്ഞ മ്യൂസിയം ആണ്. പഴയ പീഡനങ്ങളുടെ ഓർമ്മയ്ക്കുള്ള മ്യൂസിയമാണ്. എബ്രാറ്റ് എന്ന് പറഞ്ഞാൽ പാഠം, ലെസൺ, അല്ലെങ്കിൽ എക്സാമ്പിൾ, മാതൃക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഖമനേയി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വസ്ത്രങ്ങൾക്കടിയിൽ ധരിച്ചിട്ടുണ്ട് എങ്കിൽ അത് പേടിയുള്ളത് കൊണ്ടാണ്. കാരണം ധാരാളം വധശ്രമങ്ങൾ അദ്ദേഹത്തിന് എതിരെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ നടന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു വധശ്രമം നടന്നത് 1981 ജൂൺ 27-നാണ്. അന്ന് ടെഹ്റാനിലെ അബൂസർ മോസ്ക് അവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ വെച്ച ടേപ്പ് റെക്കോർഡർ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. ടേപ്പ് റെക്കോർഡർ 2 ഇദ്ദേഹത്തിന് നല്ല പരിക്കൊക്കെ പറ്റി ഒരു കൈ തളർന്നതാണ് ഇപ്പോഴും. അത് അദ്ദേഹം അടുത്തയുടെ ഈ ഇപ്പം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പത്തെ ഒരു ചിത്രത്തിൽ ഒരു തോക്ക് പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അതെ, ഒരു കൈയിൽ. അപ്പോൾ മറ്റേ കൈ തളർന്നതായിരുന്നു. അപ്പോൾ അന്ന് പ്രസംഗ സമയത്ത് ഈ ടേപ്പ് റെക്കോർഡർ പൊട്ടിത്തെറിച്ചിട്ട് ശ്വാസകോശത്തിനുമൊക്കെ പരുക്കുണ്ടായിരുന്നു. കൈ തളർന്നു പോയി. മാസങ്ങളോളം ആശുപത്രിയിൽ കിടന്നിട്ടാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ അന്ന് അബൂസർ മോസ്കിൽ പ്രസംഗിക്കുമ്പോൾ ഈ വോക്കൽ കോഡ് ഇല്ലേ, ശബ്ദത്തിനും പ്രശ്നമുണ്ട്. വോക്കൽ കോഡിനും ശ്വാസകോശത്തിനും കൈക്കും. അപ്പോൾ പൊട്ടിത്തെറി തരക്കേടില്ലാത്തതായിരുന്നു. അത് ഈ 1979 ഷായ്ക്കെതിരായ ഇറാൻ വിപ്ലവം നടന്നു. ഈ മതാധികാരികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ. അന്ന് MEK എന്ന് പറഞ്ഞ വിമതസേനയും ആ വിപ്ലവത്തിൻ്റെ കൂടെയായിരുന്നു. അങ്ങനെ വിപ്ലവം നടന്നു കഴിഞ്ഞപ്പോൾ 2 ചേരികൾ രൂപപ്പെട്ടു. ഒന്ന് ഇമാം ചേരി എന്നാണ് അറിയപ്പെട്ടത്, ഈ മത പണ്ഡിതന്മാരുടെ ചേരി. മറ്റേത് സ്വതന്ത്ര ചേരി. ഈ സ്വതന്ത്ര ചേരിയുടെ നേതാവ് അബുൽ ഹസൻ ബനി സദർ ആണ് പ്രസിഡൻ്റായത്. ആ ചേരിക്കെതിരായിരുന്നു അന്ന് ഖൊമേനിയും ഈ ഖമനേയും ഒക്കെ
ഈ മതപണ്ഡിതന്മാരൊക്കെ എതിരായിരുന്നു. ഖമനേയി ഈ ഇടക്കാല സർക്കാരിന് എതിരായിരുന്നു. അത് കഴിഞ്ഞ് ഖമനേയി എതിരാവാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബനി സദർ എന്ന് പറഞ്ഞ ഇടക്കാല പ്രസിഡന്റ്, വിപ്ലവശേഷം വന്നയാൾ, ഈ അമേരിക്കയുടെ ഓഫീസ് അവിടെ നിലനിർത്താനായിട്ട് അനുവദിച്ചു എന്നുള്ളതാണ്. അമേരിക്കയുടെ അതൊന്നും അവിടെ വേണ്ട എന്നുള്ളതാണ് ഈ ഇമാം ചേരി കരുതിയിരുന്നത്. അപ്പോൾ ബനി സദറിനെ പിന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് 4-5 മാസത്തിൻ്റെ ഉള്ളിൽ പുറത്താക്കി. ബനി സദർ പുറത്തായി 5 ദിവസം കഴിഞ്ഞപ്പോൾ ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധവും തുടങ്ങി. ഈ മുന്നണിയിലൊക്കെ പോയി അത്യാവശ്യം പോരാടുകയൊക്കെ ചെയ്തു. അക്കാലത്ത് ഖമനേയി പ്രസംഗം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. മറ്റേ ഭടന്മാർക്ക് പ്രചോദനം കൊടുക്കണ്ടേ, അതെ, ഖുറാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ. പിന്നെ സ്ഫോടനം നടന്ന 27-ാം തീയതി മുന്നണിയിൽ നിന്ന് ഖമനേയി മടങ്ങിയെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രസംഗം നടത്തുമ്പോൾ ഖൊമൈനിയെ കണ്ട ശേഷമാണ് ഈ പള്ളിയിൽ അബൂസർ മോസ്കിൽ പ്രസംഗിക്കാനായിട്ട് വന്നത്. അവിടുത്തെ വലിയ പള്ളിയാണത്, ടെഹ്റാനിലെ പഴയ ടെഹ്റാൻ. അത് കഴിഞ്ഞ് മോസ്കിൽ ശനിയാഴ്ച പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഈ ദേശീയ പ്രതിരോധ സമിതിയിൽ ഖൊമൈനിയുടെ പ്രതിനിധിയായിരുന്നു ഖമനേയി വലിയൊരു ആയത്തുള്ളതൊന്നുമല്ല, ഒരു മിഡിൽ ലെവൽ ആളായിരുന്നു. ഒരു പിന്നീട് ആയത് തന്നെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമല്ല, ചില ആളുകൾക്കൊരു ഇറാൻ മൊഴിയെ വേണം എന്നുള്ളത് കൊണ്ടൊക്കെയാണ് അന്നത്തെ പ്രസിഡന്റും എല്ലാവരും അനുകൂലിച്ചത്. അങ്ങനെയാണ്. അപ്പോൾ ആദ്യ പ്രാർത്ഥന കഴിഞ്ഞ് ഖമനേയി പിന്നെ ചോദ്യോത്തര വേളയായിരുന്നു. സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന പരിപാടി. അങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ മുമ്പിൽ കൊണ്ടുപോയി ഇത് റെക്കോർഡ് ചെയ്യാനെന്നുള്ള മട്ടിൽ ടേപ്പ് റെക്കോർഡർ കൊണ്ടുപോയി മുമ്പിൽ വെച്ചത്. കുറച്ച് കടലാസും വെച്ചിരുന്നു. ഈ ഖമനേയി പ്രസംഗിക്കുന്നതിൻ്റെ മുമ്പിൽ ഡെസ്കിൽ കൊണ്ടുവച്ചു ഒരു യുവാവ്. എന്നിട്ട് അയാളിത് റെക്കോർഡ് ചെയ്യാനാണെന്നുള്ള മട്ടിൽ ഈ പ്ലേ ബട്ടൺ ഞെക്കിയിട്ട് അയാൾ പോയി. 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇത് സ്ഫോടനം ഉണ്ടായത്. ഉച്ചത്തിൽ ആദ്യം ഒരു വിസിൽ വന്നു. ഈ കുക്കറിൻ്റെ ഒക്കെ വിസിലൊക്കെ പോലത്തെ ഒരു വിസിൽ ശബ്ദം കേട്ടു. പിന്നെയായിരുന്നു പൊട്ടിത്തെറി. ഇത് 2 കഷ്ണമായിരുന്നു. 2 കഷ്ണമായി കഴിഞ്ഞപ്പോൾ ടേപ്പ് റെക്കോർഡറിൻ്റെ ഉള്ളിൽ ഫർഖാൻ ഗ്രൂപ്പിൻ്റെ സമ്മാനം എന്നതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഉത്തരവാദിത്തം ഏൽക്കുന്നത്. നിരവധി മാസങ്ങൾ ആശുപത്രിയിൽ കിടന്നു ഖമനേയി. ഉത്തരവാദിത്തം മുജാഹിദ്ദീൻ ഖൽഖ് ഏറ്റെടുത്തു. അതാണ് MEK എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ കൊന്നത് ഈ മുജാഹിദ്ദീൻ ഖൽഖ് MEK ആണ് എന്ന് പറയപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ദമ്പതിമാർ തുടങ്ങിയതാണ് ഈ MEK എന്ന് പറഞ്ഞത്, വിദ്യാർത്ഥികളായിരുന്നപ്പോൾ. അത് തുടങ്ങിയ പിന്നെ ദമ്പതിമാരിലെ പുരുഷൻ അപ്രത്യക്ഷനായി, ഇപ്പോൾ കാണാനില്ല. സ്ത്രീയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടേപ്പ് റെക്കോർഡർ കൊണ്ടുവച്ചത് ആരാണെന്നുള്ളതിൽ വലിയ വ്യക്തതയില്ല. 2 പേരുകൾ പറയുന്നുണ്ട്. അമീർ ഖാൻ സാദ് എന്ന് പറയുന്നുണ്ട്. പിന്നെ മസൂദ് താക്കി സാദ് എന്ന് പറഞ്ഞൊരാളാണെന്നുള്ള ഒരു വേർഷനും ഉണ്ട്. അപ്പോൾ ഈ വലിയ ഒരു വധശ്രമത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ട് നിൽക്കുന്നത് കൊണ്ട് ജീവനിൽ ഭയമുണ്ട്. അതുകൊണ്ടാണിപ്പോൾ ഇദ്ദേഹം ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിട്ടാണ് വന്നത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഇസ്രായേലിന്റെ ആക്രമണം നടന്നിരുന്ന സമയത്ത് ഈ ഖമനേയെ പിന്നെ നമ്മൾ കണ്ടില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ നിലയിലാണ് വന്നത്. എക്സിലൊക്കെ വന്നിരുന്നു. അതെ, അപ്പൊ നമ്മൾ വിചാരിച്ചു മകൻ പുതിയ ഖമനേയാണോ, മകനെ പിൻഗാമിയായി വെച്ചിട്ടുണ്ടോ, മകനാണോ വരുന്നത് എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇയാൾ അന്നേരം ഈ വല്ലോ ടണലിൽ ഈ തുരങ്കത്തിൽ വല്ലോ ഒളിച്ചിരിക്കുകയായിരുന്നിരിക്കാം. ഇത്രയും വല്ല ജീവൽ ഭയം ഉള്ളത് കൊണ്ട് ഇസ്രായേലിന്റെ അമേരിക്കയുടെ ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ അതിജീവിക്കാൻ പറ്റുമോ എന്ന് അവർക്ക് തന്നെ പേടി. ഇപ്പോഴും തുരങ്കത്തിന്റെ അകത്തായിരിക്കാം. ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ വന്നതായിരിക്കാം. വലിയ അംഗരക്ഷകരും കാര്യങ്ങളും ഒക്കെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവിടെ നിന്ന് തിരിച്ച്
മറ്റേ താമസ സ്ഥലത്തേക്ക് തുരങ്കമോ സെല്ലാറോ ഭൂമിയുടെ അന്തർഭാഗത്ത് എവിടെയെങ്കിലുമോ ഒക്കെ ആയിരിക്കാം മറ്റേ താമസിക്കുന്നത്. ടണലുകൾ ധാരാളം അവിടെ പണിയുന്നതൊക്കെ ആയിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ. അതെ. ഇപ്പോൾ ഈ 2 സുപ്രീം കോടതി ജഡ്ജിമാരെ വെടിവെച്ച് കൊല്ലുന്നു. ആ ചടങ്ങിൽ ആയത്തുള്ള ഖമനേയി പങ്കെടുക്കുന്നു. അങ്ങനെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറാനിലെ ജനതയ്ക്ക് അല്ലെങ്കിൽ ഈ മത ഭരണകൂടത്തെ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ആത്മവിശ്വാസം നൽകുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ടാവില്ലേ? പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, അല്ലെങ്കിൽ അമേരിക്ക ഇനി എന്തെങ്കിലും ചെയ്താലും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു സന്ദേശം കൊടുത്തോ? പ്രജകൾക്ക് ആത്മവിശ്വാസമൊന്നുമില്ല. കാരണം ജീവിക്കാൻ വലിയ പ്രയാസമാണ്, എപ്പോഴും ആക്രമണമാണ്. ഇനി ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കും, മറ്റേ കേന്ദ്രങ്ങളൊക്കെ മിസൈൽ കേന്ദ്രങ്ങൾ, ആയുധ സംഭരണ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ച് നശിപ്പിച്ചു കഴിഞ്ഞല്ലോ. പിന്നെ കൂടെ രാഷ്ട്രങ്ങളൊന്നും ഇപ്പം അങ്ങനെ കാര്യമായിട്ടില്ല. റഷ്യ തന്നെ പെട്ടുകിടക്കുകയാണ്. പിന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് തലസ്ഥാനം ടെഹ്റാനിൽ നിന്ന് മാറ്റുന്നു, മക്രാനിൽ ഭാഗത്തേക്കൊക്കെ ഈ മറ്റേ തുറമുഖം, നമ്മുടെ തുറമുഖം ഉണ്ടല്ലോ, നമ്മുടെ നിയന്ത്രണത്തിലുള്ള ചാബഹാർ തുറമുഖമുള്ള മക്രാൻ ഭാഗത്തേക്ക് മാറ്റാനായിട്ട് ആലോചിക്കുന്നു. പക്ഷെ അങ്ങനെ മാറ്റുമ്പോൾ അങ്ങനെ ഒരു നഗരം പണിതുയർത്താനുള്ള സാമ്പത്തികാവസ്ഥ ഇപ്പൊ ഇറാനില്ല. എന്താന്ന് വെച്ചാൽ ആ സിറിയ തകർന്നു പോയപ്പോ, സിറിയയിൽ ഭരണമാറ്റം വന്നപ്പോ സിറിയയിൽ ധാരാളം നിക്ഷേപം നടത്തിയിരുന്നു, ഇറാൻ നടത്തിയിട്ടുണ്ട്. എണ്ണ കൊടുക്കുന്നു, ഹിസ്ബുല്ലയ്ക്ക് പൈസ കൊടുക്കുന്നു, ഒരുപാട് പണം അവിടെ നിക്ഷേപിച്ച് കിടന്നൊക്കെ വേസ്റ്റായി പോയില്ലേ? ഇറാൻ അത് തിരിച്ചു കിട്ടില്ല. പുതിയ ഭരണകൂടത്തിന് ഇറാനുമായിട്ടൊന്നും ബന്ധവുമില്ല. അപ്പം അങ്ങനെ പെട്ടുകിടക്കുകയാണ്. പിന്നെ വൈദ്യുതി, ഈ പവർ പ്ലാന്റുകൾ പലതും തകർത്തത് കൊണ്ട് വൈദ്യുതി വല്ലപ്പോഴും ഒക്കെയാണ് കിട്ടുന്നത്. പല മണിക്കൂറുകൾ വൈദ്യുതി ഇല്ലാതെയാണ് ജനം ജീവിക്കുന്നത്. അങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ പല റിപ്പോർട്ടുകളും വായിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നില്ലെങ്കിലും ഏത് നേരത്തും ജനകീയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടാം എന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ ഖമനേയെ കണ്ടതുകൊണ്ട് ജനങ്ങൾക്ക് സമാധാനമല്ല, ക്ഷോഭം ആണ് ഉണ്ടായിട്ടുണ്ടാവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.